അപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ മഴയും പേമാരിയും ഒക്കെ ആയിരുന്നു. എങ്കിൽ പോലും ഏകദേശം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 100-ൽ പരം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് എൻ്റെ മെഡിക്കൽ സ്റ്റോറാണ്. മാർജിൻ ഫ്രീ മെഡിക്കൽസ്, പനമ്പറ്റ, കുന്നിക്കോട് പത്തനാപുരം റോഡിൽ. കുന്നിക്കോട് 4 കിലോമീറ്റർ, പത്തനാപുരത്ത് 4 കിലോമീറ്റർ, രണ്ടിനും കൂടെ മിഡ് പോർഷനായിട്ട് വരും. ഇതിൻ്റെ ചില പ്രത്യേകതകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. മരുന്നുകൾ പർച്ചേസ് വിലയ്ക്ക് നൽകുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ റോഡ് സൈഡിൽ ഇട്ട് വിൽക്കുകയല്ല, അനുവദനീയമായ കൃത്യമായ 20 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മുടെ മെഡിസിൻസൊക്കെ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഹോം ഡെലിവറി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പരിപാടി, ഇന്നത്തെ വിശേഷാൽ പരിപാടി എന്താണെന്നുള്ളത് നമുക്ക് കാണാം. പുതിയൊരു പ്രോജക്റ്റിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ഇന്ന് ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ മുന്നോട്ട് ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ട് സമൂഹത്തിലെ സാധാരണക്കാരായ ആൾക്കാർ, സാധാരണ എന്നൊന്നുമില്ല, എല്ലാ ആൾക്കാർക്കും ഫ്രീ ആയിട്ട് തന്നെ കൺസൾട്ടേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ അടുത്തുള്ളൊരു ലൈബ്രറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവിടെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്രം ജീവിച്ചാൽ പോരാ. ലോകത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. കുറേ ആളുടെ കുറച്ച് കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അയാൾ അന്ധരായിട്ട് ജീവിക്കട്ടെ എന്ന് നമ്മൾ വെക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും മുടക്കുന്നൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ തിരികെയാണ്. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. കന്യകാല റജീസ് സ്മാരക പബ്ലിക് ലൈബ്രറിയുടെയും അതിൻ്റെ സഹോദര സ്ഥാപനങ്ങളുടെയും പനമ്പറ്റ മാർജിൻ ഫ്രീ മെഡിക്കൽ സ്റ്റോറിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർമാർ ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ ലിജോ എന്നിവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ഗോപൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുനിൽ, പഞ്ചായത്ത് മെമ്പർ ജോസൂട്ടി തുടങ്ങിയവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ സാമൂഹിക മേഖലകളിൽ പാവപ്പെട്ട ആളുകളെ ഉൾപ്പെടെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ഒട്ടനവധി കുട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ഒട്ടനവധി കലാപരിപാടികളും മറ്റ് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടിയ ഒരു പബ്ലിക് ലൈബ്രറിയാണ് റജീസ് സ്മാരക പബ്ലിക് ലൈബ്രറി. ബഹുമാന്യരായ ഡോക്ടർമാരായ ഡോക്ടർ കൃഷ്ണകുമാർ, ഡോക്ടർ ലിജോ എന്നിവരെ കൂടി നമ്മൾ പ്രശംസിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇതിന് ക്രമീകരണം ചെയ്തു തന്ന നമ്മുടെ പനമ്പറ്റ മാർജിൻ ഫ്രീ മെഡിക്കൽ സ്റ്റോറാണ്. അതിന് നേതൃത്വം നൽകുന്ന ശ്രീ ഗോപൻ അവറുകൾ, അദ്ദേഹത്തിനോടും അദ്ദേഹം ചെയ്യുന്ന നല്ല കാരുണ്യ പ്രവർത്തികളോടും ഒക്കെ ഉള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിന്റെ ഇവിടുത്തെ പ്രതിനിധി എന്ന നിലയിലുള്ള അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എത്രയോ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലാവസ്ഥ, വളരെയേറെ മോശകരമായിരുന്നൊരു കാലാവസ്ഥയായിരുന്നിട്ട് കൂടി നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് ഏകദേശം ഒരു 60-65ഓളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം കൂടെ നമുക്കിന്ന് തുടക്കമായതുകൊണ്ട് ആൾക്കാർ കുറച്ച് ഒരു 100-ൽ താഴെയുള്ള കാര്യം മാത്രമേ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇപ്പോൾ അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ സാങ്കേതികമായി വലിയ സംഭവമൊന്നും ചെയ്യുന്നില്ല. ബ്ലഡ് ചെക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രഷർ ചെക്ക് ചെയ്യുന്നുണ്ട്, BMI ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇപ്പം നമുക്ക് ഇതുപോലെ ഒരു സംവിധാനത്തിൽ ഒരുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ച് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ECG പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ച് പുറത്തൊരു സ്ഥലത്ത് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു തുടക്കമാണല്ലോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഒരു സംഭവം മുതൽ നമ്മൾ കുറേ കൂടെ ഒരു പൈപ്പ് എന്തൊക്കെയാണ്, ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് നമ്മൾ പരിഗണിച്ച് അത് പരിഹരിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയകൾ, അല്ലെങ്കിൽ ഇത് കുറേ കൂടെ മനോഹരമായിട്ടും വൃത്തിയായിട്ടും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഞങ്ങളൊരു പുതിയ പരിപാടി വരുന്നുണ്ട്.
അതായത് ഡോക്ടർ ഓൺ കോൾ എന്ന് പറയുന്നൊരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ നമ്പർ തരുന്നതാണ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഒരു നമ്പർ തരും. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഡോക്ടർമാരെ വിളിക്കാം. അപ്പോൾ നമ്മൾ 3-4 ഡോക്ടറുടെ ഒരു കൺസോർഷ്യം ആയിരിക്കും ഇതിന് റെസ്പോൺസ് ചെയ്യുന്നത്. ഒരു ഡോക്ടറല്ല, 3-4 ഡോക്ടർമാർ ഒരുമിച്ച് ഇരുന്നതിന് ശേഷം അവർക്ക് എല്ലാം കോൾ വരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ് ഡോക്ടേഴ്സ് തീരുമാനിക്കും നിങ്ങളുടെ എന്താണ് അസുഖം, ഇന്ന രീതിയിലാണ്, ഇന്ന രീതിയിലുള്ള മരുന്നാണ് കൊടുക്കേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിലുള്ള തുടർ ചികിത്സകൾ ആവശ്യമാണ് എന്നുള്ള സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലും വളരെ മനോഹരമായ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം വേണ്ടുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പിന്നെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ലൈക്സും ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് കോപ്പറേഷൻ. ബൈ.